ഹായ് ഗൈസ്, ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ്. ഞാൻ എറണാകുളം പോവാണ്. ക്ലിനിക്കിൽ പോകണം, ഡെന്റൽ ഡോക്ടറെ കാണണം, ഡൈ ചെയ്യാനുള്ള കൊടുക്കണം. പക്ഷെ എങ്ങനെ പോകുന്നുള്ള തീരുമാനിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല മഴയാണ്. ആക്ച്വലി ഞാൻ 2 വീലർ എടുത്ത് പോകണോ അതോ ബസ്സിന് പോകണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ വരാൻ ലേറ്റ് ആയി പോകും. എന്തായാലും ഡെന്റൽ ഡോക്ടറെ കണ്ട് പിന്നെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചും കിരൺ വരും അവിടെ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ ഒരു ടൈം ആകും. അപ്പൊ 2 വീലറിന് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നനഞ്ഞ് ക്ലീൻ ചെയ്യും. എന്ത് വേണമെന്നൊരു തീരുമാനമില്ല ഗൈസ്. ഫൈനലി 2 വീലർ തന്നെ പോവാല്ലേ. അതാവും ആശ്രയിച്ച് മഴകൾ കൊണ്ട് പോകാം. ഒരു സാധനം കാണിച്ചു തരാം. എന്റെ മോൻ വരച്ച പടം അവൻ വാളിലൊട്ടിച്ചതിന്റെ ഒരു കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ല മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കും അറിയില്ല. അപ്പൊ ആളെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ആളൊട്ടിച്ചതിന് ശേഷം. ഫൈനലി ഗൈസ്, ഞാൻ 2 വീലർ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓട്ടോയ്ക്ക് പോയിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അതാ ബെറ്റർ. മഴയൊക്കെ ഞാൻ 2 വീലറിന് പോയാൽ ശരിയാവില്ല ഗൈസ്. അങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് ഞാൻ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് KSRTC ജെട്ടിയിൽ കയറി. ബസ്സിൽ കയറിയിട്ട് എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വളരെ അധികം ഉണ്ടായിരുന്നു, കുറേ നാളായി. പിന്നെ അവിടെ നിന്ന് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് ക്ലിനിക്കിൽ പോയി. ക്ലിനിക്കിൽ കണ്ട് ഇറങ്ങിയപ്പോൾ കിരണിൻ്റെ കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ബൈക്കിനായിരുന്നു. അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓൾറെഡി ലേറ്റായി, 6:30 ആയി. അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റ് വാങ്ങാൻ പോയി. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിച്ച ഹെൽമെറ്റ്, യെല്ലോ കളറിൽ. ആക്ച്വലി ഞാൻ റെഡാണ് നോക്കിയിരുന്നത്. എനിക്ക് റെഡ് കിട്ടിയില്ല, യെല്ലോ ആയിട്ടിയത്. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നല്ലോണം ഹെൽമെറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഷോപ്പിൻ്റെ പ്രോപ്പർ സ്ഥലം എനിക്കറിയില്ല. കിരണും ഒരു ഹെൽമെറ്റ് എടുത്തു. ഇതാണ് ഷോപ്പിൻ്റെ പേര്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ധാബ കണ്ട്. ധാബയിൽ കയറി. ഡാബ അങ്ങനെ എന്തോ തോന്നുന്നു. പക്ഷെ ഇവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. 450, 350 അങ്ങനെയൊക്കെയാണ് കറിക്ക് റേറ്റ് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നോർത്ത് ഇന്ത്യൻസും മലയാളീസും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായി. ഓർഡർ ചെയ്തതിന് ശേഷം പ്ലേറ്റ് സിൽവറിൻ്റെ പ്ലേറ്റ് ആയിരുന്നു. പിന്നെ ചമ്മന്തിയും സാലഡും വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് എന്ന് പറയുന്നത്. എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ആലു പൊറോട്ടയും പിന്നെ നാന്, ബട്ടർ നാന്, പഞ്ചാബി ചിക്കൻ. ഇതിലാകെ ഒരു 4 പീസ് ഉണ്ടായിരുന്നുള്ളൂ കറിയിൽ. പിന്നെ ലാസ്റ്റ് ഒരു കുൽഫിയും കൂടി ഓർഡർ ചെയ്തിരുന്നു. ഫൈൻ, കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡൊന്നും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു.